കുറച്ച് വർഷം മുന്നേ വരെ നമുക്ക് ആർക്കും ഒരു ഡിമാൻഡ് ഇല്ലാണ്ടിരുന്ന ഈ ഒരു ലൊക്കേഷനിൽ ഇപ്പോൾ ആൾക്കാർ വാങ്ങാനായിട്ട് സ്ഥലങ്ങൾ വാങ്ങാൻ ഓടി കിടക്കുവാണ്. അതിനൊരു കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിന്ന് കാണിക്കുന്ന ഈ പ്രോപ്പർട്ടിയോട് ചേർന്ന് കിടക്കുന്നത് APJ അബ്ദുൽ കലാം യൂണിവേഴ്സിറ്റി, അതിനുവേണ്ടി ഒരു 100 ഏക്കർ സ്ഥലം ഇപ്പോൾ അക്വയർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കോമ്പൗണ്ട് വാളെല്ലാം കെട്ടി അതിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം നമുക്ക് അതിനുവേണ്ടി സ്ഥലം എടുത്തത് സാധാരണ നടവഴിയുള്ള സ്ഥലങ്ങൾ വരെ നമുക്ക് പെർസെൻറ്റ് ഏകദേശം 7-7.5 ലക്ഷം രൂപ വരേക്കും റേറ്റ് കൊടുത്തൊക്കെയാണ് നമുക്കിതിനകത്ത് സ്ഥലങ്ങൾ എടുത്തിട്ടുള്ളത്. അതിൻ്റെ ഫ്രണ്ടേജൊക്കെ ഉള്ള സ്ഥലമാണെങ്കിൽ ഭയങ്കരമായിട്ടുള്ള റേറ്റ് കൊടുത്തെടുത്തു. അങ്ങനെ ആയപ്പോഴത്തേക്ക് ഈ സ്ഥലത്തിൻ്റെ കളറങ്ങ് മാറി. അത് പോയിട്ട് നമുക്കിതിന് തൊട്ടടുത്തായിട്ട് തന്നെ ഒരു EV പാർക്ക്, ഇൻഡസ്ട്രിയൽ പാർക്ക് വരുന്നുണ്ട്. അതും ഇപ്പം പ്രൊപ്പോസൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു മിനി ടൗൺഷിപ്പ് നമുക്കിവിടെ വിഭാവനം ചെയ്തിട്ടുണ്ട്. അതും നമ്മുടെ ഈ പ്രോപ്പർട്ടിക്ക് തൊട്ട് പിന്നിലായിട്ടാണ് വരുന്നത്. സ്മാർട്ട് സിറ്റിയായിട്ട് ബന്ധപ്പെട്ട് ഒരു മിനി ടൗൺഷിപ്പ് പ്രോജക്റ്റും നമുക്കിവിടെ തന്നെ വിഭാവനം ചെയ്തിട്ടുണ്ട്. ഞാനെന്നുള്ളത് തിരുവനന്തപുരത്ത് വളപ്പിൽശാലയ്ക്ക് സമീപം നെടുങ്കുഴി ജംഗ്ഷനിലാണ് കേട്ടോ. വളപ്പിൽശാല ജംഗ്ഷൻ കഴിഞ്ഞ് ഏകദേശം 1 കിലോമീറ്റർ വരുമ്പോൾ നമുക്കിതാ ഈ ഒരു ജംഗ്ഷനിലേക്ക് എത്താം. ഈ കാണുന്ന ജംഗ്ഷനിലേക്ക് എത്താം. ജംഗ്ഷനിൽ തന്നെയായിട്ട് നമുക്കിതാ ഈ കാണുന്ന പ്രോപ്പർട്ടി ടോട്ടലായിട്ട് 1 ഏക്കർ 20 സെൻറ്റ് സ്ഥലം വിൽപ്പനയ്ക്കുണ്ട്. നമുക്കിതാ ഈ മതിൽ തൊട്ട് ഇതുവരേക്കും വരുന്ന രീതിയിലാണ് നമ്മുടെ ഫ്രണ്ടേജ് വരുന്നത്. ഈ ഒരു റോഡ് ഫ്രണ്ടേജിൽ നമുക്ക് മുൻവശത്ത് ഇപ്പോൾ ഇതുപോലെ കടമുറികൾ കെട്ടി നിർത്തിയേക്കുവാണ്. ഇതിന് പിൻവശത്തായിട്ട് അകത്തേക്ക് കയറുമ്പോൾ നമുക്ക് 2 വീടുകളുമുണ്ട്. പക്ഷേ ഈ വീടുകളും കടമുറിക്ക് ഒന്നും നമ്മൾ കണക്കില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പിൻവശത്തേക്കുള്ള സ്പേസ് നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാൻ ഇതുവഴി ഒരു വഴിയിട്ട് നമുക്ക് പിൻവശത്തേക്ക് സ്ഥലം എടുക്കേണ്ടതായിട്ട് വരും. അങ്ങനെ എടുക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്കിതിനകത്ത് പ്ലോട്ടുകൾ ഡിവൈഡ് ചെയ്ത് ഒരു ഹൗസിംഗ് പ്രോജക്റ്റ് വേണമെങ്കിൽ ചെയ്യാം. അതല്ലെങ്കിൽ മുൻവശത്ത് നമുക്ക് വലിയൊരു കോംപ്ലക്സ് ചെയ്ത് ഇതുവഴി വഴി ഫോം ചെയ്ത് അകത്തേക്ക് എൻട്രൻസ് ഇടാം. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഐഡിയപരമായിട്ട് ചെയ്യാൻ സാധിക്കും. നമുക്ക് ഈ പ്രോപ്പർട്ടിയുടെ ബാക്കി വിഷ്വൽസ് കാണാം. നമുക്കിത് ഈ കയറുന്ന സ്ഥലത്താണ് ഇത്രയും ഒരു വീതി വരുന്നത്. അകത്തേക്ക് പോകും തോറും ഒരു T ഷേപ്പിലാണ് നമ്മുടെ പ്രോപ്പർട്ടിയുടെ കിടപ്പ്. അകത്ത് പോകുമ്പോൾ നല്ല വൈഡായിട്ടാണ് കിടപ്പുള്ളത് കേട്ടോ. എന്തായാലും അകത്തേക്ക് പോകുമ്പോൾ നെടുങ്കുഴി ജംഗ്ഷൻ, അതായത് മെയിൻ റോഡിൽ നിന്ന് കയറി വരുമ്പോൾ ഇരുവശങ്ങളിലായിട്ട് കടമുറി ചെയ്തിട്ടുണ്ട്. അതിനകത്തൂടെയാണ് നിലവിൽ വഴി ഫോം ചെയ്തിട്ടുള്ളത്. ഇവിടെ നിന്ന് നമുക്ക് നേരെ ബാക്കിലേക്ക് കയറിയിട്ട് കുറച്ച് ദൂരം ഒന്ന് പോയതിന് ശേഷം വീണ്ടും T ഷേപ്പിൽ, അതായത് വീണ്ടും അങ്ങ് വിശാലമായിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി കിടക്കുന്നത്. ടോട്ടലായിട്ട് 1 ഏക്കർ 20 സെൻറ്റ് സ്ഥലമാണ് നമുക്കുള്ളത്. അപ്പോൾ ഇത് വന്നിട്ട് ഒരു ഡയറക്റ്റ് ഓണർ സെയിലാണ്, നേരിട്ട് ഓണറുമായിട്ടുള്ള ഡീലാണ്. ഇതിൻ്റെ ഓണർ തന്നെയാണ് നമുക്ക് ഈ വീട്ടിൽ താമസിക്കുന്നത് കേട്ടോ. അപ്പോൾ അദ്ദേഹമായിട്ട് നിങ്ങൾക്ക് നേരിട്ട് തന്നെ കാര്യങ്ങൾ ഡീൽ ചെയ്യാം. ഇത് വന്നിട്ട് ഇതിൻ്റെ ഉടമ തന്നെ ഇപ്പം താമസിച്ചുകൊണ്ടിരിക്കുന്ന വീടാണ്. ഇതുപോലെ തന്നെ അവർക്ക് തന്നെ വേറൊരു വീട് കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഇവർക്ക് കുടുംബ ഷെയർ ടോട്ടൽ 4 പേരുടെ ഷെയറായിട്ടാണ് ഈ പ്രോപ്പർട്ടി വരുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് മൊത്തത്തിലെടുത്ത് ഡെവലപ്പൊക്കെ ചെയ്യണമെന്നുള്ളവർക്ക്, ആ ഒരു ഐഡിയ ഉള്ളവർക്കും ചെയ്തെടുക്കാവുന്നതാണ്. ഇതാണ് നമുക്ക് വരുന്ന 2ാമത്തെ വീട്. ഇത് പോകെ വീണ്ടും പിൻവശത്തേക്കാണ് നമുക്ക് സ്ഥലം കിടപ്പുള്ളത് കേട്ടോ. നമുക്കിതാ പ്രോപ്പർട്ടി ഏകദേശം ഒരേ വീതിക്ക് ഇതുവരെ വന്നതിന് ശേഷം പിന്നെ നമുക്കിതാ ഇങ്ങോട്ടേക്കാണ് പ്രോപ്പർട്ടി കിടപ്പുള്ളത് കേട്ടോ. ഇങ്ങോട്ടേക്ക് ഇതാ ഇങ്ങനെ കയറി ഇങ്ങനെ കവർ ചെയ്ത് വരും. നമുക്കിവിടെ നിന്ന് ഏകദേശം ഒരു 15-20 മീറ്റർ അപ്പുറത്തേക്ക് പോകുമ്പോൾ അതിൻ്റെ അപ്പുറത്തേക്കുള്ള അതിരെന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റിയുടെ അതിരാണ്. അതായത് അബ്ദുൽ കലാം യൂണിവേഴ്സിറ്റിയുടെ അതിരായിട്ട് വരുന്ന സ്ഥലങ്ങളാണ്. പിന്നീട് അവിടെ നിന്ന് അങ്ങ് വിശാലമായിട്ടും കിടപ്പുണ്ട് കേട്ടോ. ഈ രീതിയിൽ വലിയൊരു പ്രോപ്പർട്ടിയാണ് നമുക്ക് കിടപ്പുള്ളത്. ചിലപ്പോൾ ഇതിന് ചുറ്റുവട്ടത്തുള്ള പ്രോപ്പർട്ടീസിൽ നിങ്ങൾക്ക് വില പറഞ്ഞൊക്കെ വാങ്ങാൻ സാധിക്കും. ആ കാര്യങ്ങൾ അവരുമായിട്ടൊക്കെ സംസാരിച്ച് നോക്കുക. ഈ പ്രോപ്പർട്ടിക്ക് ടോട്ടലായിട്ട് ഉദ്ദേശിക്കുന്ന വില, അതായത് 1 ഏക്കർ 20 സെൻറ്റിനും കൂടെ ഉദ്ദേശിക്കുന്ന വില 5 കോടി രൂപയാണ് ഉദ്ദേശിക്കുന്നത്. അതായത് 1 സെൻറ്റിന് 5 ലക്ഷം രൂപ പോലും വന്നില്ല. അതിനും താഴെയുള്ള വിലയാണ് നമ്മളിപ്പോൾ ആസ്ക് ചെയ്യുന്നത്. ഈ പറഞ്ഞ വിലയിൽ നെഗോസിയേഷൻ സാധ്യതയുണ്ട്. ആ കാര്യങ്ങൾ നിങ്ങൾ നേരിട്ട് ഇതിൻ്റെ ഓണറുമായിട്ട് തന്നെ സംസാരിക്കാവുന്നതാണ്. നല്ല പ്രൈം ലൊക്കേഷനിൽ, അതായത് നെടുങ്കുഴി ജംഗ്ഷനിലാണ് ഈ പ്രോപ്പർട്ടി കിടപ്പുള്ളത്. പ്രൈം ലൊക്കേഷൻ എന്ന് പറയാൻ കാരണം ഞാൻ ഈ പറഞ്ഞ പ്രോജക്ട്സ് ആണ് കേട്ടോ. അതായത് തൊട്ടപ്പുറത്ത് അബ്ദുൽ കലാം യൂണിവേഴ്സിറ്റി വരുന്നുണ്ട്. ഈ പ്രോപ്പർട്ടിയുടെ ബാക്ക് വശത്തായിട്ടാണ് ഞാൻ ഈ പറഞ്ഞ സ്മാർട്ട് സിറ്റിയായിട്ട് ബന്ധപ്പെട്ടുള്ള മിനി ടൗൺഷിപ്പ് പ്രോജക്റ്റ് വരുന്നത്. അതിപ്പോൾ ഏകദേശം 36 ഏക്കറിലാണ് ആ ഒരു പ്രോജക്റ്റ് വരുന്നത് കേട്ടോ. അപ്പോൾ അതിനകത്ത് ഒത്തിരി അധികം സർക്കാർ സംവിധാനങ്ങൾ
വരുന്നുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട ഓഫീസുകൾ വരുന്നുണ്ട്. ലൈഫ് പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് കുറേ പേർക്കുള്ള വീടുകളല്ല, അത് ഫ്ലാറ്റ് സമുച്ചയങ്ങളാണ്. അങ്ങനെയുള്ള ഫ്ലാറ്റ് സമുച്ചയങ്ങൾ വരുന്നുണ്ട്. കൺവെൻഷൻ സെൻറ്റേഴ്സ് വരുന്നുണ്ട്. അങ്ങനെ ഒത്തിരിയധികം പ്രോജക്ട്സാണ് ഈ ഒരു മിനി ടൗൺഷിപ്പിൽ വരുന്നത് കേട്ടോ. അപ്പോൾ അതെല്ലാം നമുക്കിതിൻ്റെ തൊട്ടടുത്തായിട്ട് നമ്മുടെ ഈ പ്രോപ്പർട്ടിയുടെ പിൻവശത്തുള്ള അതിരാണ് ആ ഒരു പ്രോജക്റ്റ് വരുന്നത്. അപ്പോൾ അങ്ങനെ എല്ലാം കൊണ്ടും ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ്. നല്ല ഡെവലപ്മെൻറ്റ് സാധ്യതയുള്ള സ്ഥലമാണ്. നിങ്ങൾക്കൊരു ഇൻവെസ്റ്റ്മെൻറ്റ് പർപ്പസിനൊക്കെ പ്രോപ്പർട്ടി നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഈ അബ്ദുൽ കലാം യൂണിവേഴ്സിറ്റിയുടെ ഇപ്പോൾ അതിൻ്റെ കോമ്പൗണ്ട് വാളും കാര്യങ്ങളും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വർക്കുകൾ സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് കോളേജിൻ്റെ ബാക്കി ബിൽഡിങ്ങൊക്കെ വന്ന് അത് ആക്റ്റീവ് ആകുന്നതിനനുസരിച്ചിട്ട് ചുറ്റുവട്ടത്തേക്കെല്ലാം നല്ല രീതിയിലുള്ള ഇമ്പ്രൂവ്മെൻറ്റ്സ് വരും. അപ്പോൾ എവിടെ ആയാലും അത് തന്നെയാണ് കേട്ടോ. നമുക്കൊരു കോളേജോ യൂണിവേഴ്സിറ്റിയോ അങ്ങനെയുള്ളൊരു സംഭവം വന്നു കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ട് ചുറ്റുവട്ടമുള്ള സ്ഥലങ്ങളിൽ നല്ല രീതിയിലുള്ള മാറ്റം ഉണ്ടാവും. ഈ മാറ്റത്തിന് കാരണം ഇത് എല്ലാ വീഡിയോയിലും പറയുന്നതാണ്, ചിലർക്ക് ഇനിയും പറഞ്ഞാൽ മനസ്സിലാവത്തില്ല, അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. എന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പുതിയൊരു പ്രോജക്റ്റ് വരുവാണെന്നുണ്ടെങ്കിൽ അവിടേക്ക് പുതിയ ആൾക്കാർ വരുവാണ്. എന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നമ്മൾ മാത്രം ഉണ്ടായിരുന്നു കഴിഞ്ഞാൽ ശരിക്കും ഈ പറയുന്ന ഡെവലപ്മെൻറ്റോ അതിനൊരു പ്രൈസ് ഹൈക്കോ കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല. നമ്മളല്ലാണ്ട് പുറത്തുനിന്നുള്ള ആൾക്കാർ അവിടേക്ക് വരണം. പുറത്തുനിന്നുള്ള ആൾക്കാർ അവിടേക്ക് വരുമ്പോഴത്തേക്കും ഈ വരുന്ന ആൾക്കാർക്ക് താമസിക്കാൻ സ്ഥലം വേണം, അവർക്ക് ഭക്ഷണം വേണം, അല്ലെങ്കിൽ അവർ പല കാര്യങ്ങൾ പല സർവീസസ് അവർക്ക് ആവശ്യമാണ്. ഈ സർവീസസിനെല്ലാം ഇവിടെയുള്ള നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർക്ക് പണികൾ കിട്ടുന്നുണ്ടാവും, തൊഴിലവസരങ്ങൾ നിറയെ ലഭിക്കും. ഇതുപോലെ സ്ഥലങ്ങൾക്കെല്ലാം നല്ല രീതിയിലുള്ള മാർക്കറ്റ് ഉണ്ടാവും. ഇനി അവർക്കൊക്കെയുള്ള ഭക്ഷണവും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ആ രീതിയിലുള്ള സാധനങ്ങളിലെ ഹോട്ടൽസ് നല്ല രീതിയിൽ പച്ച പിടിക്കും. അങ്ങനെയാണ് നമുക്ക് ഓരോ ഏരിയയും ഓരോ ജംഗ്ഷൻസും ഒരു ഹബ്ബായി മാറുന്നത്. അപ്പോൾ ആ രീതിയിൽ ഒരു ടൗൺഷിപ്പിലേക്ക് പോകാൻ സാധ്യതയുള്ള ലൊക്കേഷനാണിത്. അപ്പോൾ അങ്ങനെ ഒരു ഇമ്പോർട്ടൻസ് വരുന്ന ലൊക്കേഷനാണ്. താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഓണറിനെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീൽ ചെയ്യാം. നമുക്ക് പ്രോപ്പർട്ടി ഈസി ആയിട്ട് നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം. നെടുങ്കുഴി ജംഗ്ഷനിൽ വന്നു കഴിഞ്ഞാൽ ഈ പ്രോപ്പർട്ടി ഐഡൻറ്റിഫൈ ചെയ്യാം. പിൻവശത്ത് തന്നെയാണ് ഓണറിൻ്റെ വീട്. നേരിട്ട് വന്ന് പ്രോപ്പർട്ടി കണ്ട് പുള്ളിയായിട്ട് സംസാരിച്ച് ഡീൽ ഓക്കെ ആക്കാവുന്നതാണ്. വേഗം തന്നെ വിളിച്ച് ഡീലായിരിക്കും.